മൂലമ്പള്ളിയിൽ നിന്ന് നടത്തിവരുന്ന ജനബോധന യാത്ര നാളെ 18-ാം തീയതി രാവിലെ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. അതിനോട് അനുബന്ധിച്ചും തുടർന്നുള്ള പരിപാടികളും സംബന്ധിച്ചുള്ള ഒരു പത്രസമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് ഫാദർ ഷാജിൻ ജോസ്. അദ്ദേഹം ഈ അതിരൂപതയിലെ മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ TMF-ൻ്റെ സെക്രട്ടറിയാണ്. നിക്സൺ ലോപ്പസ്, അദ്ദേഹം ഈ സമര സമിതിയുടെ കൺവീനറാണ്. മിസ്റ്റർ പാട്രിക് മൈക്കിൾ, അദ്ദേഹവും ഈ സമര സമിതിയുടെ കൺവീനറാണ്. ഫാദർ തീഡോഷ്യസ് ഡിക്രൂസ്, അദ്ദേഹവും സമരസമിതിയുടെ കൺവീനറാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 61 ദിവസങ്ങൾ പൂർത്തിയാവുകയാണ്. ഈ സമരം ജൂലൈ മാസം 20-ാം തീയതി ആദ്യഘട്ടമായി സെക്രട്ടേറിയറ്റ് പടിക്കലാണ് ആരംഭിച്ചത്. തുടർന്ന് രണ്ടാം ഘട്ടമായി തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതൽ പൊഴിയൂർ വരെ മേഖലയിൽ വാഹന പ്രചരണ ജാഥകൾ, കാൽനട ജാഥകൾ, കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ, ഈ രീതിയിൽ വ്യാപകമായ പ്രചരണ പരിപാടികൾ നടന്നു. മൂന്നാം ഘട്ടമായിട്ട് ഓഗസ്റ്റ് മാസം 10-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ രോദനങ്ങളും അവരുടെ ആശങ്കകളും അസ്വസ്ഥതകളും ഭരണാധികാരികൾ കേൾക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന സാഹചര്യത്തിൽ അവിടെ മത്സ്യബന്ധന യാനങ്ങൾ, വള്ളങ്ങൾ, കട്ടമരങ്ങൾ, വലകൾ, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ എന്നിവയുമായിട്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് അന്ന് വരാൻ തീരുമാനിച്ചത്. രാവിലെ മുതൽ പോലീസ് ഭാഗത്തു നിന്ന് ധാരാളം തടസ്സങ്ങളുണ്ടായെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച ഈ വലിയ അതിജീവന സമരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മ്യൂസിയം ജംഗ്ഷനിലേക്ക് മുൻ നിശ്ചയപ്രകാരം വന്നെത്തിച്ചേരുകയും അവിടെ നിന്ന് മാർച്ചായിട്ട് അഭിമന്യ സൂസപ്പാക്യം മെത്രാപ്പൊലീത്ത, അഭിമന്യ തോമസ് ജെ നെറ്റോ മെത്രാപ്പൊലീത്ത, അഭിമന്യ ക്രിസ്തുദാസ് മെത്രാൻ, ബഹുജനങ്ങൾ, പൗരാവലി, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിലേക്ക് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് നീങ്ങുകയും മത്സ്യബന്ധന യാനങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി കരിദിനം ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നേ ദിവസം വർക്കല മുതൽ യുവജനങ്ങൾ കരിങ്കൊടികളുമായി ബൈക്ക് റാലികളായും, അതോടൊപ്പം പൊഴിയൂർ മുതൽ യുവജനങ്ങൾ ബൈക്ക് റാലികളായിട്ടും ധാരാളം പൊതു രംഗത്ത് നിന്ന് നിൽക്കുന്ന ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രതിനിധികളും പൊഴിയൂർ, കൊല്ലങ്കോട് ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഇടവുകളിൽ നിന്നുള്ള ജനങ്ങൾ അന്ന് ഈ സമരപന്തലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇന്ന് ഈ സമരപന്തലിൽ ഉപവാസ റിലേ സത്യാഗ്രഹമാണ് നടക്കുന്നത്. ഈ റിലേ സത്യാഗ്രഹം നടക്കുമ്പോഴും കേരളത്തിൽ നിന്ന് കത്തോലിക്ക സഭ, ലത്തീൻ സഭ, മറ്റ് മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട ധീവര സഭ, മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ഇവരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൂലമ്പള്ളിയിൽ നിന്ന് 14-ാം തീയതി മുതൽ മൂലമ്പള്ളി, അവിടെ നിന്ന് കൊച്ചി, ആലപ്പുഴ, കൊല്ലം, നാളെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. ഈ ജാഥ ധാരാളം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ധാരാളം പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. നാളെ രാവിലെ 8 മണിക്ക് അഞ്ചുതെങ്ങ് ജംഗ്ഷനിൽ വന്നെത്തിച്ചേരുന്ന ഈ ജനബോധന ജാഥ അവിടെ വെച്ച് സ്വീകരിച്ച് തീരദേശ ഗ്രാമങ്ങളിലൂടെ പെരുമാതുറയിലേക്കും, പെരുമാതുറയിൽ നിന്ന് മരിയനാടേക്കും, അവിടെ നിന്ന് മറ്റ് ഗ്രാമങ്ങളിലൂടെ ബൈക്ക് റാലിയോടുൾപ്പെടെ
വെട്ടുകാട്, വലിയതുറ, ഭീമാപള്ളി, പൂന്തുറ പ്രദേശങ്ങളിലൂടെ കടന്ന് കോവളത്തെത്തിച്ചേരുകയും 2:30 മണിയോടുകൂടി നിലവിലുള്ള വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് എത്തിച്ചേരുന്നു. അത് മത്സ്യത്തൊഴിലാളികളുടെ, കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെയും തമിഴ്നാട്ടിലെയുമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് വർഷകാലത്ത് കടലിൽ പോകാനുള്ള ഒരു ആശ്രയമാണ്. ആ ആശ്രയ സങ്കേതമായ മത്സ്യബന്ധന തുറമുഖം അപകടാവസ്ഥയിൽ ഇതിനകം എത്തിക്കഴിഞ്ഞിരുന്നു. ആ സന്ദേശം കൂടി നൽകിക്കൊണ്ട് ഈ മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് ബഹുജന റാലി അഭിമന്യ സൂസപ്പാക്യം മെത്രാപ്പോലീത്ത ഫ്ലാഗ് ഓഫ് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഷയമാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അവിടെ നിന്ന് പോർട്ടിൻ്റെ കവാടത്തിൽ 5 മണിയോടുകൂടി എത്തിച്ചേർന്ന് പ്രശസ്തനായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ, അദ്ദേഹം ഈ വിഷയവുമായി, പൊതു വിഷയങ്ങളുമായി, മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വളരെ ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ഈ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യും. അഭിമന്യ തോമസ് ജെ നെറ്റോ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലീത്ത ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കും. അഭിമന്യ വിൻസെൻ്റ് സാമുവൽ പിതാവ്, അഭിമന്യ സാമുവൽ മാർ ഐറീനിയസ് പിതാവ്, അഭിമന്യ ക്രിസ്തുദാസ് പിതാവ്, അഡ്വക്കേറ്റ് തമ്പാൻ തോമസ്, പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ, KRCCയുടെ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, അഡ്വക്കേറ്റ് ഷെറി, ഈ സമരമുഖത്ത് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ KSMTF പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ, അങ്ങനെ മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, തീവ്ര സഭയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന പ്രസിഡന്റ് ഷാജി, മുസ്ലിം മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ഉമ്മർ ഊട്ടുമേൽ, ധാരാളം പരിസ്ഥിതി പ്രവർത്തകന്, ആദിവാസി ദളിത് മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന വിവിധ മനുഷ്യ മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ ഈ നാളെ വരുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കും. തുടർന്നുള്ള 19-ാം തീയതി മുതൽ സമരത്തിന് മറ്റൊരു മുഖം കൂടി ലഭിക്കുകയാണ്. 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിക്കുകയാണ്. ഒപ്പം രാവിലെയും വൈകുന്നേരവുമൊക്കെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ഇടവുകളിൽ നിന്നുമൊക്കെ പ്രതിനിധികൾ വരും. 21-ാം തീയതി കൊച്ചി പോർട്ടിനോട് കേന്ദ്രീകരിച്ച ഒരു വലിയ സമരം സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെയും മറ്റ് യൂണിയനുകളുടെയും ആഭിമുഖ്യത്തിൽ നടത്തും. വരുന്ന എല്ലാ നേതാക്കളെയും അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ജില്ലകളിൽ, ക്വാറി കേന്ദ്രങ്ങളിൽ, പരിസ്ഥിതി ദുർബലമാകുന്ന മേഖലകളിലൊക്കെ ഈ സമരം സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും ദേശീയ തലത്തിലൊക്കെ വ്യാപിപ്പിക്കുവാനുള്ള നടപടികളാണ് നടന്നു വരുന്നത്. ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതാണ്. കൊച്ചി തുറമുഖത്തിൽ വളരെ ദൃശ്യമായൊരു സമരമാണെന്ന് ആരംഭിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് മറ്റ് ഹാർബറുകളെയും പോർട്ടുകളെയും കേന്ദ്രീകരിച്ചും സമരങ്ങൾ വരുന്ന ആളുകളിൽ വരും. വീണ്ടും ധാരാളം ആലോചനകൾ വരുന്നുണ്ട്. കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച്, മുതലപ്പുഴി പോർട്ട് കേന്ദ്രീകരിച്ചൊക്കെ ഈ സമരം പോർട്ടുകളെ കേന്ദ്രീകരിച്ച് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഈ കരാറുകാരൻ എല്ലാ രംഗത്തും ആവശ്യത്തിന്
കള്ളങ്ങൾ പറഞ്ഞ് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഏകദേശം അവസാനം വരെ പണിയൊന്നും നടക്കത്തില്ല. കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് പ്രക്ഷുബ്ധമായ കടലന്തരീക്ഷത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന തൊഴിലാളികളെ ഒന്നും കടലിൽ കൊണ്ടിറക്കാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ പണി നടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ആവേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന കോടതി അലക്ഷ്യവുമായിട്ട് പോയിരിക്കുന്നത്. ഏത് കാരണം പറഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ കോടതിയുടെ ഉത്തരവിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് സമരം നടത്താനായിട്ട് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ സമാധാനപരമായിട്ടാണ് സമരം പോർട്ട് കവാടത്തിൽ നടത്തി വരുന്നത്. അപ്പം അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ കൂടെ ഒത്താശയോടുകൂടെ ഈ പറഞ്ഞിരിക്കുന്ന കേന്ദ്രസേനയെ കേരളത്തിലേക്ക് ഇറക്കി ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനുമുള്ള ഒരു ദുരൂഹമായ ആഗ്രഹത്തിൻ്റെ നടപടിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും കോടതിയെ ഞങ്ങൾ യഥാർത്ഥത്തിൽ കക്ഷികളല്ല, സർക്കാരിനെയാണ് കക്ഷി ചേർത്തിരിക്കുന്നത്. ഞങ്ങൾ കക്ഷികളല്ലെങ്കിലും ഞങ്ങളതിനകത്ത് പങ്കാളികളാകും. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കൃത്യമായി പറയും. ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നടന്നു വരുന്ന സമരം ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് കവാടത്തിൽ തുടരും. അത് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഒരു റിലേ സത്യാഗ്രഹം, അത് ഉപവാസ സത്യാഗ്രഹം 12 മണിക്കൂറാണ്. അത് 19-ാം തീയതി മുതൽ 24 മണിക്കൂറായി നീട്ടുകയാണ്. അപ്പോൾ ഈ കവാടത്തിലുള്ള സമരം ബലപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ വിവിധ ജില്ലകളെ കേന്ദ്രീകരിച്ച മറ്റ് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച ജില്ലാ കേന്ദ്രങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച്. ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി പോർട്ട് കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന സമരം അത് വരും നാളുകളിൽ മറ്റ് പോർട്ടുകളെ കൂടെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ മുഴുവനും മത്സ്യത്തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ ഈ പരിസ്ഥിതി സംരക്ഷണം, പ്രകൃതി സംരക്ഷണമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു നടപടിയായിരിക്കും. അല്ല, ഈ സമരം വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ കാണുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടി ഭാരവാഹികൾ, ജനപ്രതിനിധികളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഒപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടേറിയറ്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവർക്കും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾക്കും അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ വിഷയമേ ഉള്ളൂ. അതിനകത്ത് പല കടമ്പകളും പല തടസ്സങ്ങളും പല ബുദ്ധിമുട്ടുകളും കൊണ്ടായിരിക്കും. അതായിരിക്കും ഇങ്ങനെ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കാത്തത്. പക്ഷേ ചർച്ചകൾ ഒളിഞ്ഞും തെളിഞ്ഞും കേരള ലെവലും കേന്ദ്ര തലത്തിലുമൊക്കെ നടക്കുന്നതായിട്ട് നമുക്കറിയാം. ഓക്കെ, അദ്ദേഹം റോൾ എടുക്കേണ്ടതാണ്. ഈ പറഞ്ഞ പ്രദേശത്തിൻ്റെയൊക്കെ ഈ കഷ്ടനഷ്ടങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ച പ്രദേശത്തെ വലിയതുറ, ചെറിയതുറ, കൊച്ചുതോപ്പ്, തോപ്പ്, കണ്ണാന്തുറ, ഈ പറഞ്ഞിരിക്കുന്ന ശംഖുമുഖം മേഖലയിലൊക്കെ ഏറ്റവും അധികം ബാധിച്ച ആളുകളുടെയൊക്കെ പ്രതിനിധിയാണ്. അത് ആ കാര്യങ്ങളിൽ അദ്ദേഹമാണത് തീരുമാനിക്കേണ്ടതും എങ്ങനെയാണ് അദ്ദേഹം സർക്കാരുമായിട്ടൊരു സമവായം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു 10,000-20,000 പേര് ഒക്കെ വരും. കാരണം ആളുകൾ ഈ പറഞ്ഞിരിക്കുന്ന മത്സ്യമേഖലയിലുള്ള ആളുകൾ മാത്രമല്ല, ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ ഉള്ള ആളുകൾ മാത്രമല്ല, സംസ്ഥാന തലത്തിൽ തന്നെ വിവിധ പ്രസ്ഥാനങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്ത് ധാരാളം ആളുകൾ
ഈ പറഞ്ഞിരിക്കുന്ന പരിപാടികൾ ജാഥയിലും പൊതുസമ്മേളനത്തിലും ബാക്കി പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നല്ല ബഹുജന മാർച്ചായിരിക്കുന്നു. എന്ത് വികസന സമിതിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കൂട്ടരവിടെ ഒരു പ്രതിലോമമായി ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് സമരം നടത്തുന്നതിനൊന്നും നമ്മളാരും എതിരല്ല. അവരുയർത്തുന്ന കൃത്യമായ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയണം. പക്ഷേ അങ്ങനെ സമരം ചെയ്ത ചില ആളുകൾ അന്ന് രാവിലെ നേതൃത്വം കൊടുക്കുകയും വൈകുന്നേരം 3 സ്റ്റാർ ഹോട്ടലിലിരുന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഹോട്ടൽ ആതിഥ്യം സ്വീകരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി സംബന്ധിച്ച് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന കരാറുകാരൻ്റെ ഈ ഏജൻറ്റുമാർ ധാരാളം പേര് ഈ സമരപ്പന്തലിലും സമരവേദിയിലും ഞങ്ങളുടെ ഇടയിലൊക്കെ നുഴഞ്ഞു കയറി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഏതൊരു അതെ. അപ്പോൾ ഇത്തരം പ്രതികൂല ശക്തികൾ എല്ലായിടത്തും നമുക്കിപ്പോൾ വലിയ ശക്തമായ സമരം കർഷകർ ഡൽഹിയിൽ നടത്തിയപ്പോൾ റിപ്പബ്ലിക് ഡേയിൽ നടന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പകലുപോലെ വെളിച്ചമാണ്. റിപ്പബ്ലിക് ഡേയിൽ അന്ന് റെഡ് ഫോർട്ടിൽ കയറി ഈ പറഞ്ഞിരിക്കുന്ന പതാക ഉയർത്താൻ എല്ലാം ഒത്താശപ്പെടുന്നതാണ്. അത് വികസന പ്രതിനിധി കോൺഗ്രസിൻ്റെ കൗൺസിലറാണെങ്കിലും അവർ പലപ്പോഴും ഞങ്ങൾക്ക് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവരോട് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയപ്പോയതുകൊണ്ടാണ് അവർ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പലരെയും ബലം പ്രയോഗിച്ച് അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഞാൻ അവിടുത്തെ സ്വദേശവാസിയാണ്, ജനപ്രതിനിധിയാണ്, എനിക്ക് അവരുടെ കൂടെ നിന്നേ ഒക്കൂ എന്നുള്ള രീതിയിൽ അവർ നമുക്ക് വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഇവർ ഈ സമരം ഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മുടെ മുക്കോല ജംഗ്ഷനിൽ അവരൊരു സമ്മേളനം നടത്തുന്നുണ്ടല്ലോ, അതിന് മുമ്പ് തന്നെ അവർ വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ പലരും ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ കൊണ്ടുപോകുന്നത്. പോയില്ലെങ്കിൽ വീടുകളിൽ വന്ന് ചീത്ത വിളിക്കുന്നുണ്ട്, ആളുകൾ വന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കൂടിപ്പോയതാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ഞങ്ങളുടെ സമരം എത്രത്തോളം കണ്ടില്ല എന്ന് നടിക്കുന്നു, അത്രത്തോളം ഈ സമരം മറ്റ് ജില്ലകളിലേക്കും സംസ്ഥാനം ഒട്ടാകെയും വ്യാപിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇതൊരു ന്യായമായ സമരമാണ്. ഞങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് സർക്കാരിനോട് പോയിട്ടുള്ളത്. സർക്കാർ അത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഈ ന്യായമായ സമരത്തിനോട് ഞങ്ങളോട് തീരദേശവാസികളോട് എപ്പോഴും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടായി. അതാണ് വികാരി പറഞ്ഞത്. ഒരുപാട് ആളുകൾ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ആളുകൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന ആളുകൾ വരുന്നുണ്ട്, ഇനിയും വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ പരിപാടികളിൽ എത്രത്തോളം ജനങ്ങൾ കൂടുതലായി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു വലിയ കണക്കൂട്ടലുണ്ട്. അപ്പം ആ രീതിയിലാണ് സമരം മുന്നോട്ട് പോകുന്നത്. അതെ, ഇതിനകം തന്നെ ഞാൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മാണം നടന്നിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു ഈ 18-ാം നൂറ്റാണ്ടിലും പിറകോട്ടാണ്. അവരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ആവശ്യത്തിന് പൊതു സൗകര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, വാട്ടർ, അവിടുത്തെ മെയിൻ്റനൻസ് ഇപ്പോൾ ചോർന്നൊലിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വീണ്ടും നമ്മുടെ സമൂഹത്തെ, തിരുവനന്തപുരം പട്ടണത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു അപമാനമാകുന്ന രീതിയിലാണോ ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. 2, വികസനത്തിൻ്റെ പേരിലാണ് ഈ ആളുകൾ വീടും സ്ഥലവും നഷ്ടപ്പെട്ട് വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലായത്. സാധാരണഗതിയിൽ ഇന്ന് നടന്നു വരുന്നൊരു ന്യായം ഇതാണ്: വികസനം, ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ വികസനത്തിൻ്റെ പേരിൽ മാറ്റിപ്പാർപ്പിക്കുന്നവർക്ക് കേരളിൻ്റെ കാര്യം സംസാരിച്ചപ്പോഴും 4 മടങ്ങ് തുക കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് അവരുടെ വസ്തുവിനും വീടിനും തത്തുല്യമായ കോമ്പൻസേഷൻ നൽകി അന്തസ്സായിട്ട് പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ തത്വങ്ങൾ ഇവിടെയും ബാധകമാണ്. ആ രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. ഞങ്ങളതിനകത്ത്
ഈ 5 സെൻറ്റിലോട്ടൊന്നും പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിന് വേണ്ടി വീടുകൾ എടുക്കുമ്പോൾ 4 സെൻറ്റ് വസ്തുവും വീടുമാണ് നൽകിയത്. ആ 4 സെൻറ്റ് വസ്തു ആ ആളുകൾക്ക് എന്നും ആശ്രയമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുക്കാം, മറ്റ് പല സൗകര്യങ്ങളുണ്ട്. ഈ ഫ്ലാറ്റ് നിർമ്മിച്ചാൽ അവരുടെ അവകാശം പോലും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഒരു ഒരു പഴഞ്ചൻ രീതി വീണ്ടും വീണ്ടും ആവർത്തിക്കാനും തീരദേശത്ത് വഴിയൊക്കെ കഴിയുന്ന ആളുകളിൽ നിന്ന് ഈ തീരം കവർന്നെടുക്കാനും ഒക്കെ ഉള്ളൊരു നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടേ കാണത്തുള്ളൂ. അത് അന്തസ്സായി ആളുകളെ പുനരധിവസിപ്പിച്ച് അവരുടെ ജീവിതം പരിപോഷിപ്പിക്കാനുള്ള ഒരു നടപടിയായിട്ട് കാണാൻ കഴിയത്തില്ല. ഫ്ലാറ്റ് അല്ല, നമ്മൾ അവിടെ കാണേണ്ട 2-3 കാര്യങ്ങളൂടെയുണ്ട്. ഈ വലിയതുറ എന്നത് മത്സ്യഗ്രാമമാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താ, മുട്ടത്ര വില്ലേജ് എന്നാണ്. അതായത് ആ കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി പോലും നശിപ്പിച്ചോളാം. ആ കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി പട്ടയവും കരവും ഉണ്ടായിരുന്ന നിലങ്ങൾ സർക്കാരിൻ്റെ വിവരമില്ലായ്മ കൊണ്ട്, സർക്കാരിൻ്റെ ഈ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ട് നടത്തിയിരിക്കുന്ന ഈ മാനുഷികമായ ഇടപെടലിലൂടെ നടത്തിയിരിക്കുന്ന ദുരന്തമാണ് ആ തീരദേശം മുഴുവൻ നമ്മൾ കാണുന്നത്. ആ ദുരന്തം പരിഹരിക്കേണ്ടത് ആരാണോ ദുരന്തത്തിന് വരുത്തി വെച്ചത് അവർ തന്നെയാണ്. അത് ഈ സർക്കാരാണ്. അപ്പോൾ ഈ സർക്കാർ ഫ്ലാറ്റല്ല കൊടുക്കേണ്ടത്. ഞങ്ങളുടെ അവിടെ നിന്ന് സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സർക്കാരിന് ദീർഘവീക്ഷണമില്ല. ഇപ്പം അവരെല്ലാം ദീർഘവീക്ഷണത്തിന് പോകാൻ പോവുകയാണ്. വിദേശത്താണ് അവർക്ക് ദീർഘവീക്ഷണം. ഇവിടെ പട്ടി കടിക്കുന്നവർക്ക് വിഷയമില്ല, ഇവിടെ മത്സ്യത്തൊഴിലാളികൾ തീരത്ത് കിടക്കുന്ന വിഷയമില്ല, ഇവിടെ നടക്കുന്ന ഈ തീരെ ശോഷണ വിഷയമില്ല. അതൊന്നും പഠിക്കാൻ അവർക്കൊന്നും സമയമില്ല. എന്നിട്ട് അവർ ഈ കടം കൊണ്ട് മുടുങ്ങിയിരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിന്ന് അവർ കെട്ടിപ്പറക്കി പോവുകയാണ് 10-40 യൂറോപ്യൻ രാജ്യങ്ങൾ കാണാനായിട്ട്. ഇത്രമാത്രം ഒരു പദ്ധതിയില്ലാത്ത, ഒരു ഭരണം നടത്താൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇപ്പോഴത്തെ മുട്ടത്തറയിൽ കൊണ്ടുപോയി. ഊരാളുകൾ എന്താ, അവരുടെ സ്വന്തക്കാരാണ്, ഊരാളുകളാണ് ഇവിടുത്തെ നിർമ്മാതാവ്. അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥലം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വീടുകൾ, ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന തൊഴിലിടങ്ങൾ, ഇത് 3ഉം തിരിച്ചു തന്നേ മതിയാകത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ തുടങ്ങിയ സമരം. ഇന്ന് കാസർഗോഡ് മുതൽ പരിസ്ഥിതി പ്രവർത്തകർ, കോറിമടക്കാർ, ഇന്നലെ ഞങ്ങളെ കാണാനായിട്ട് ഈ കോറിയുടെ ആൾക്കാർ വന്നിരുന്നു. അവരുടെ നിന്ന് അദാനി ഈ അവരുടെ കോറിയുടെ ഉടമസ്ഥാവകാശമൊക്കെ വാങ്ങിയിട്ട് അവർക്ക് ഒരു ടണ്ണിന് എത്രയോ ശതമാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല. അവരെല്ലാം ഇപ്പം നെട്ടോട്ടോടെയാണ് അവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചു വാങ്ങിയിരിക്കുന്നു. അങ്ങനെ കള്ളത്തരവും കൊള്ളയും അഴിമതിയും നിറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ നടുവിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ തനിമയുണ്ടാകണം, അവരുടെ ഐഡന്റിറ്റി ഉണ്ടാകണം. വലിയതുറ എന്നുള്ളത് മുട്ടത്തറയല്ല, മുട്ടത്തറയിലെ വില്ലേജും കോളനിയും അല്ല മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടത്. മത്സ്യത്തൊഴിലാളികൾ അതൊരു വംശത്തിന്റെ പേരാണ്, അവരുടെ തൊഴിലിന്റെയും സ്വത്വത്തിന്റെയും പേരാണ്. അതൊന്നും നഷ്ടപ്പെടുത്തി ഊരാളുകളെ പോലത്തെ ഊരാളികൾ കൊണ്ടുവരുന്ന ഫ്ലാറ്റിലൊന്നും കൊണ്ടുപോയി താമസിപ്പിക്കാനായിട്ട് അനുവദിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നടക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പൂന്തുറ ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്, വലിയതുറ ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്, തോപ്പ് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്, തുറകളെല്ലാം ഞങ്ങളുടെ ഐഡന്റിറ്റികളാണ്. ആ ഐഡന്റിറ്റി തച്ച് തകർത്ത് ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവരാമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കർഷകരുടെ മുമ്പിൽ ഇതിനേക്കാളും വലിയ സേനകളെ ഇറക്കിയിട്ട് കീഴടങ്ങിയ ചരിത്രമാണ് ഇന്ന് മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ പടപൊരുതുന്ന എല്ലാവരുടെയും പ്രചോദനം. ആ പ്രചോദനം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഇന്ന് 25,000 പേര് നാളെ അവിടെ സംഘടിപ്പിക്കുന്നത് അത് ഈ ഞങ്ങൾ ഇങ്ങനെ വർഗീയവാദം പറഞ്ഞത് കൊണ്ടോ തീവ്രവാദം പറഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ഇടയ്ക്ക് പുലമ്പുന്നത് പോലത്തെ പുലഭ്യം കേട്ടത് കൊണ്ടോ അല്ല ആൾക്കാർ വരുന്നത്. അവർ വരുന്നത് ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി, ഈ ശരിയാണ് നടപ്പിലാക്കപ്പെടേണ്ടതെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും, ഇവരിപ്പോൾ സെക്രട്ടേറിയറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെയും ഞങ്ങൾ വരും. അവിടെയും വന്ന് അവരിടുന്ന ഓരോ പേപ്പറിനകത്തും എന്തൊക്കെയാണ് അവർ തെറ്റായി ഒപ്പിട്ടിരിക്കുന്നത് ആ ഒപ്പുകളൊക്കെ തിരുത്തണം. അവർ തിരുത്തിയിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അണുവിട വ്യത്യാസമില്ലാതെ ഞങ്ങൾ 7 കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചരിത്രമാണ്. ആ 7 കർഷകർ 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, 3 നിയമങ്ങൾ. അത് 3ഉം എവിടെയാണോ പാസ്സാക്കിയത് അവിടെ നിന്ന് തന്നെ അവർ പിൻവലിക്കാനായിട്ട് നിർബന്ധിതരായി.
അതുപോലെ ഞങ്ങൾ 7 കാര്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ 7 കാര്യങ്ങൾ ഉയർത്താൻ കാരണക്കാരായത് അദാനിക്ക് കൂട്ടുനിന്ന ഇടത് വലത് BJP എല്ലാ രാഷ്ട്രീയക്കാരുമാണ്. അത് തിരുത്തിയേ മതിയാകത്തുള്ളൂ. അത് തിരുത്തുന്നത് വരെ ഇവിടെ ആർക്കെങ്കിലും ഈ സമരം കണ്ണടിച്ചിട്ടാക്കാമെന്ന് വിചാരിച്ചാൽ അവർ മൂഢസ്വർഗത്തിലാണ്. അതിനുള്ള തക്കതായ മറുപടി വരും ദിവസങ്ങളിൽ പൊതുസമൂഹവും മത്സ്യത്തൊഴിലാളി സമൂഹവും നൽകും. അതുകൊണ്ട് ഫ്ലാറ്റൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തത്തുല്യമായ നഷ്ടപരിഹാരങ്ങളോടുകൂടിയുള്ള പുനരധിവാസമാണ്. കാരണം ഞങ്ങളല്ല അതുണ്ടാക്കി വെച്ചത് ഈ വിവരമില്ലായ്മ സർക്കാരുകളാണ്. അതുണ്ടാക്കി വെച്ചത് അദാനിയെ പോലെ അദ്ദേഹം ഇങ്ങനെ ഈ അത്യാഗ്രഹം മൂത്ത് അദ്ദേഹത്തിന് കണ്ണു കാണുന്നില്ല. കാണുന്നതെല്ലാം അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിലാക്കണമെന്ന് വിചാരിക്കുന്ന ഭീകരനാണ് അദ്ദേഹം. ഈ സാമ്പത്തിക ഭീമനായിരിക്കാം. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ അടിയറവ് പറയിക്കേണ്ടവരെ അടിയറവ് പറയിപ്പിച്ചും ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുത്ത ചരിത്രം ഞങ്ങൾക്കുണ്ട്. ആ ചരിത്രം ആവർത്തിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സമരത്തിനൊരു അറുതി കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ.